പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ബ്രദർ റോബിൻ ആണ്. അദ്ദേഹം IMS ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. 54 തവണ തിരുവചനം വായിച്ച ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. നമുക്ക് ഇന്ന് വചനത്തിന്റെ ആഴത്തിലേക്കുള്ള ഞങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. അദ്ദേഹത്തിന് പ്രാർത്ഥനാ ജീവിതത്തിൽ ലഭിച്ച ഉൾപ്രേരണകളും അനുഭവങ്ങളും നമ്മളോട് ഇന്ന് പങ്കുവെക്കുന്നതായിരിക്കും. ബ്രദർ റോബിൻ, സ്വാഗതം ചെയ്യുന്നു. Praise the Lord. The Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. ഈ കൂട്ടായ്മയെ ഗത്രികങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണമേ. എന്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. എന്റെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ വചനം പറയുമ്പോൾ കേൾക്കുന്ന മക്കളിലേക്ക് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ, അവരുടെ മനസ്സിനെയും ഹൃദയത്തിലും വചനം സംഗ്രഹിക്കുവാനായിട്ട് അവർക്ക് കൃപ എടുക്കണമേ. ഈശോയെ, എന്റെ നാവിനെ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓരോ നിമിഷവും ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരിക്കണമേ. ഈ കൂട്ടായ്മയെ പൂർണ്ണമായിട്ട് അങ്ങ് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. കർത്താവേ നന്ദി. കർത്താവെ സ്തോത്രം. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, സകലവിധ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 2 ശമൂവേൽ 7:19. ദൈവമായ കർത്താവെ, എങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താകുന്നു. ദൈവമായ കർത്താവെ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. ഈ ഹോളി ഫയർ മിനിസ്ട്രിയിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കളെ ഓർത്തിശേ നന്ദി പറയുന്നു. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ, അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഈ ദൈവജനത്തോട് വചനം പ്രഘോഷിക്കുവാനായിട്ട് കൃപ തന്ന ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യേശു നമ്മോട് പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളും വചനമറിയില്ല, വചനത്തിന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നു. അങ്ങനെ നമ്മൾ പരാജയപ്പെടുന്നു. അപ്പൊ വചനം അറിയുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ അത് നേരിടുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും. വചനം എന്താണെന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 19:13. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവൻ ഈശോയുടെ നാമമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ ദൈവം അരുളി ചെയ്ത വാക്കുകളാണ്. ദൈവം നമ്മോട് സംസാരിച്ച വചനങ്ങളാണ്. ദൈവവചനം ദൈവം തന്നെയായ വചനമാണ് നമ്മൾ ഈ സമയം കേൾക്കാൻ പോകുന്നത്. അപ്പൊ വചനം മാംസമായതാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. വചനം മനുഷ്യരായതാണ് ഈശോ, പിതാവിന്റെ ഏകജാതൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നതും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ, കേട്ടാല്, വചനം വായിച്ചാല് അനുഗ്രഹം. വചനം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് അഭിഷേകം ലഭിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ വചനം നിക്ഷേപിക്കുന്നത് ജെറമ്യാ പ്രവാചകനിലൂടെ ഈശോ നമ്മോട് അരുളി ചെയ്യുന്നു.
അങ്ങനെ ദൈവവചനത്തിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് നമ്മൾ മാറും. ലോകത്തിന്റെ വചനം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയും ഭാവനയും എല്ലാം ലോകത്തിലായിരിക്കും. ദൈവവചനം നിറയുമ്പോൾ നമ്മളുടെ ചിന്തയും ഭാവനയും പ്രാർത്ഥനകളും എല്ലാം ദൈവത്തോടായിരിക്കും. വചനം നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവിക ശക്തി നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരം മാറി പ്രകാശം വ്യാപരിക്കുവാനായിട്ട് തുടങ്ങും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ പറയുന്നു. നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നമുക്ക് ലഭിക്കുമെന്ന് ഈശോ പറയുന്നു. അപ്പൊ വചനത്താൽ നിറയുമ്പോൾ, വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവാനായിട്ട് തുടങ്ങും. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായിട്ട് തുടങ്ങും. മനസ്സും ശരീരവും സുഖപ്പെടും. മനസാന്തരം സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഇനി നമുക്ക് വചനത്തിലൂടെ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് വചനത്തിലൂടെ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-9 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നത് പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കണം. രാവും പകലും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തില് 1-ാം സ്ഥാനം നമ്മളെ ദൈവത്തിനും ദൈവവചനത്തിനും കൊടുക്കണം. നമ്മുടെ ചിന്തകൾ ദൈവികമായി മാറണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അഭിവൃദ്ധിപ്പെടുവാനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അഭിവൃദ്ധിപ്പെടും. നിയമാവർത്തനം 11:8 പറയുന്നു, ഞാനിന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാകുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം അവകാശമാക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ശക്തരാകുകയുള്ളൂ. ഇസ്രായേൽ ജനത്തോട് മോശയിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, വചനം അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം, സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ വചനം നമ്മൾ പാലിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം വരിക്കണമെങ്കിൽ നമ്മൾ വചനം പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പരാജയമാണെങ്കിൽ നമ്മൾ വചനം പാലിക്കുന്നതിൽ ധ്യാനിക്കുന്നതിലൊക്കെ എന്തൊക്കെയോ കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനത്തിൽ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വചനത്തിലൂടെ നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഈശോ ചെയ്ത പ്രവൃത്തികൾ കേൾക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇനി വചനത്തിലൂടെ നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവവചനം നമ്മൾ കേൾക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരാകും. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഹൃദയമാകുന്ന ദേവാലയത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആസക്തികളും അശുദ്ധികളെല്ലാം വചനം കേൾക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മിൽ നിന്ന് ഈ ആസക്തികളെല്ലാം പുറത്തുപോയി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായി മാറുന്നു. ഈ ലോകത്തിന്റെ വചനം കേട്ട് മറ്റു പല വാർത്തകളൊക്കെ കേട്ട് നമ്മുടെ ഉള്ളിൽ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. ദൈവവചനം കേട്ടത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തെളിയും. അങ്ങനെ നമ്മുടെ മാലിന്യത്താൽ കലങ്ങിയിരിക്കുന്ന നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കുന്നു. ഇനി വചനത്തിലൂടെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നു.
മത്തായി 4:4, ലൂക്ക 4:4. നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പൊ വചനം നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ്. വചനം ഭക്ഷിക്കാതിരിക്കുമ്പോൾ, വചനം വായിക്കാതെ ധ്യാനിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്ഷീണിച്ച അവസ്ഥയിലാകുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത്. സങ്കീർത്തനം 19:7. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവ് പുതിയ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ വചനം ഭക്ഷിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഇനി വചനത്തിലൂടെ നമ്മുടെ രോഗങ്ങള് സൗഖ്യപ്പെടുന്നു. സങ്കീർത്തനം 107:17. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഇപ്പൊ വചനമനുസരിക്കാതെ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നമ്മൾ പലരും രോഗികളായിരിക്കുന്നു, നമ്മളുടെ ആത്മാവിന്റെ രോഗം ബാധിച്ചിരിക്കുന്നു. സങ്കീർത്തനം 107:19 പറയുന്നു, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അനുദപിച്ച് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് വചനാധിഷ്ഠിത ജീവിതം നയിക്കുമ്പോൾ കർത്താവ് നമ്മെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കും. സങ്കീർത്തനം 107:20. അവിടുന്ന് തന്റെ വചനമയച്ചവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചനമയച്ച് നമ്മൾ സൗഖ്യപ്പെടുത്തും. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വിനാശത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിടുവിക്കും. വചനത്തിലൂടെ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമുക്ക് ജ്ഞാനവും അറിവും ലഭിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം. എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പൊ വചനത്തിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു. ദൈവവചനം നമ്മെ ജ്ഞാനികളാക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വചനമാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. അപ്പൊ നമുക്ക് ജ്ഞാനം കുറവുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ജ്ഞാനത്താൽ നിറയുന്നു. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. ഇപ്പൊ വചനം വായിക്കാതെ ധ്യാനിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ജ്ഞാനത്തിന്റെ ഉറവിടം നമ്മൾ പരിത്യജിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 6:22 പറയുന്നു, ജ്ഞാനം അവരുടെ പേര് സൂചിപ്പിക്കും പോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ്. അപ്പൊ വചനം വായിച്ച്, വചനം ധ്യാനിച്ച് നമ്മൾ ജ്ഞാനികളാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 28-ാം തിരുവചനം. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അപ്പോൾ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. ദൈവിക ജ്ഞാനം നിറയുമ്പോൾ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അന്ധത അടഞ്ഞു കിടക്കുന്ന മേഖലകളിലെല്ലാം നമുക്കൊരു പുതിയ ഉണർവും ഉന്മേഷവും ഒക്കെ തരും. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്ര നമുക്ക് സുഗമമായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ദൈവിക ജ്ഞാനത്തിലും അറിവിലും വളർന്ന് പക്വതയോടെ പാപത്തെക്കുറിച്ച് ബോധ്യം ലഭിച്ച് പാപത്തിൽ നിന്നും മലിനമായ പ്രവൃത്തികളിൽ നിന്നുമൊക്കെ തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി വചനത്തിലൂടെ പൈശാചിക ശക്തികളെ വിട്ടുപോകുന്നതായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ വചനം കേൾക്കുമ്പോൾ പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു. അസ്വസ്ഥതകളും പീഡകളുമുള്ള ഭവനങ്ങളിലിരുന്ന് വചനം വായിക്കുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മെ വിട്ടുപോകും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 36-ാം തിരുവചനം. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്തൊരു വചനമാണിത്, അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നു. വചനം പറഞ്ഞപ്പോൾ പൈശാചിക ശക്തികള്, ഈശോ വചനം പറഞ്ഞപ്പോൾ പൈശാചിക ശക്തികള് വിട്ടുപോകുന്നു. അപ്പൊ വചനത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
നമ്മൾ വായിക്കുന്ന ധ്യാനിക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. സങ്കീർത്തനം 33:6 കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. ദൈവവചനത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ദൈവം ഒരു വാക്കൊരു വചനം പറയാണ്, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കാതിരുന്നില്ല. പ്രഭാഷകൻ 42:15 പറയുന്നു, ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവ് തന്റെ പ്രവൃത്തി നിർവഹിക്കുന്നത് അവിടുത്തെ വചനം വഴിയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തും. അതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം തിരുവചനം, എന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് ഫലപ്രദമായി ചെയ്യും. ദൈവം ഏത് ലക്ഷ്യത്തിൽ വചനം പറഞ്ഞോ അത് സംഭവിച്ചിരിക്കും. അതൊരിക്കലും പരാജയപ്പെടുകയില്ല, അത് സംഭവിക്കാതിരിക്കുകയില്ല. കർത്താവ് ഏത് ലക്ഷ്യത്തിൽ വചനം പറഞ്ഞു അത് സംഭവിക്കും. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. ദൈവം എന്താണോ ആ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരാജയപ്പെടുന്ന വചനമല്ല നമ്മുടെ കർത്താവിന്റെ വചനം എന്ന് പറയുന്നത്. എല്ലാ സൃഷ്ടിയും നടന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. 2017 ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം, ആദ്യമായിട്ടല്ല, ഈ ഒരു ക്രമമായ ഒരു വിശുദ്ധ ഗ്രന്ഥ വായനയിലേക്ക് ഞാൻ പോകുന്നത്. ഡാനിയൽ അച്ഛന്റെ ഒരു ടോക്ക്, 1/2 മണിക്കൂർ വചനം വായിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറുമെന്ന ഒരു ടോക്ക് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കേൾക്കുവാനിടയായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ വചനവായന, ഒരു ക്രമമായ ഒരു വചനവായനയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ വചനം വായിച്ചു തുടങ്ങി. ഈ ടോക്ക് കേട്ടതിന് ശേഷം എല്ലാ ദിവസവും വചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1 വർഷം കൊണ്ട് ഒരു പ്രാവശ്യം 1/2 മണിക്കൂർ വീതം വായിച്ച് 1 വർഷം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. 1 വർഷം എടുത്തു ആദ്യത്തെ തവണ വായിച്ചപ്പോൾ. പിന്നെ ഞാൻ നാട്ടിൽ തിരിച്ചെടുത്ത് 2018 ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ധ്യാനം കൂടാനായിട്ട് പോവുകയാണ്, കോട്ടയത്ത് ക്രിസ്ത്യനില്. അപ്പൊ ആ ധ്യാനത്തിലെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വചനത്തെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കുന്നത്. അങ്ങനെ വചനത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം കിട്ടി. അങ്ങനെ ആ ധ്യാനത്തില് പുതിയൊരു തീരുമാനമെടുത്തു, വചനം വായിക്കണം, ധ്യാനിക്കണം. ആ ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിച്ചു, തീവ്രമായി ആഗ്രഹിച്ചു, വചനം വായിക്കണം, ധ്യാനിക്കണം, ഒരു സുവിശേഷ പ്രഘോഷകനാകണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് ആ ധ്യാനത്തിൽ നിന്ന് തിരിച്ചു പോരുന്നത്. അതുവരെ ദൈവവചനവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. സാധാരണ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു. അങ്ങനെ തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. 1 കൊറിന്തോസ് 12:31, ആത്മീയമായ ധാനങ്ങൾക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുവിൻ, ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ലൂക്ക 1:53, 1 സാമുവേൽ 2:5, സങ്കീർത്തനം 107:9, അവിടുന്ന് വിശക്കുന്നവനെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. സങ്കീർത്തനം 107:9, അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശക്കുന്നവന് വിശിഷ്ട വിഭവങ്ങൾ നൽകുകയും ചെയ്യും. അപ്പോൾ ആത്മീയമായ ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ തീവ്രമായ ഒരു ദാഹത്തോടെ ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ദൈവവചനം വായിക്കുവാനായിട്ട് തുടങ്ങി. ദൈവവചനം വായിച്ചു തുടങ്ങി. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. ആദ്യത്തെ 3-4 വട്ടം വായന എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ശരിക്കും ഇതൊരു പരീക്ഷണ കാലഘട്ടം കൂടിയായിരുന്നു. ഈശോ നമ്മളെ ശരിക്കും പരീക്ഷിച്ചു നോക്കും, നമ്മൾ ദൈവവചനം വായിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു സാധാരണ പുസ്തകം വായിക്കുന്ന പോലെയല്ല, ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത്.
സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്കും അത് കാരണം വളരെ ബുദ്ധിമുട്ടുള്ളതുണ്ടായി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു, വായിച്ചു. ആദ്യത്തെ ഒരു 4 വായന കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വചന വായനയിലെ ബുദ്ധിമുട്ടുകൾ പതുക്കെ മാറുവാനായിട്ട് തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ തുടർച്ചയായിട്ട് ധ്യാനത്തിൽ സംബന്ധിക്കുവാനായിട്ടൊക്കെ പോയി. പിന്നീട് കോവിഡ് വന്നു. അത് നല്ലൊരു അവസരമായിരുന്നു. വീട്ടിൽ ഒരുപാട് സമയങ്ങളൊക്കെ കിട്ടി. ഈ വചനം ധ്യാനിച്ചു തുടങ്ങി. വചനം കിട്ടിയപ്പോൾ എനിക്ക് ചില സഹനത്തിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ചില സഹനത്തിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വചനം കിട്ടി. ദൂതൻ വന്ന് അമ്മയോട് പറയുകയാണ്, ശിശു ജനിക്കാൻ പോകുന്ന വിവരം പരിശുദ്ധ അമ്മയോട് പറയുന്നു. അപ്പൊ വചനം കിട്ടിക്കഴിഞ്ഞുള്ള പരിശുദ്ധ അമ്മ പോകുന്നത് ഒരു സഹനത്തിലേക്കാണ്. ഒരു സഹനത്തിന്റെ വഴിയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് പോകേണ്ടി വന്നു. ഉണ്ണിയെ കയ്യിലെടുത്ത കൈകളിൽ അവസാനം ഗകുൽത്തായില് തന്റെ പ്രിയപ്പെട്ട മകന്റെ മൃതശരീരം, തിരുശരീരം മടിയിൽ കിടത്തേണ്ട അവസ്ഥയിൽ വരെ അമ്മ സഹനത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ ജീവിതത്തിൽ ചില സഹനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ആ സഹനത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചത് കർത്താവിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചത്. ജോബിന്റെ പുസ്തകം 23:12 പറയുന്നുണ്ട്, അവിടുത്തെ കൽപ്പനകളിൽ ഞാൻ വ്യതിചലിച്ചില്ല, അവിടുത്തെ മൊഴികൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ജോബ് തന്റെ സഹനത്തിന്റെ കാലഘട്ടത്തിലും ദൈവകൽപ്പനകൾ, ദൈവവചനം നിധി പോലെ കാത്തു സൂക്ഷിച്ചു. ജോബിനെ പോലെ സഹനത്തിന്റെ സമയങ്ങളിലെ വചനം വായിക്കാനും ധ്യാനിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഈശോ എനിക്ക് നൽകി. വചനമാകുന്ന നിധി കിട്ടി. ഇപ്പോൾ ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് ആശ്വാസമാകുവാനും ആയിരക്കണക്കിന് മക്കളോട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തു. എല്ലാ മഹത്വവും ദൈവത്തിനും. ഇപ്പൊ എല്ലാ ഒറ്റപ്പെടലിലും ജോബ് പിടിച്ചു നിന്നതുപോലെ പിടിച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ദൈവത്തിന്റെ വചനം ഒന്നുകൊണ്ട് മാത്രമാണ്. സഹനത്തിന്റെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, മരിച്ചാലോ എന്നിവരെ തീരുമാനിച്ച അവസ്ഥയിലും സാഹചര്യങ്ങളിലും ഒക്കെ കടന്നുപോയിട്ടും ദൈവവചനം എന്നെ താങ്ങി നിർത്തി. വചനമാകുന്ന നിധി കിട്ടി. ജോബ് അവസാനം പറയുന്നുണ്ട്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ കണ്ടു. അങ്ങനെ വചനത്തിലൂടെ ഉത്തിതനായ ക്രിസ്തുവിനെ കാണുവാനും കണ്ടുമുട്ടുവാനും എനിക്ക് സാധിച്ചു. വചനമാകുന്ന ഈശോ എനിക്ക് കിട്ടി. ഈശോയുടെ സ്പർശനം അനുഭവിച്ചു. ഇപ്പോൾ സഹനത്തെ ഓർത്ത പരാതികളൊന്നുമില്ല. സഹനം ഭാഗ്യമാണെന്ന് മനസ്സിലായി. ജീവിതത്തിന്റെ ശരിയായ ട്രാക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള ആഴമായ ബോധ്യം കിട്ടി. സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ ഓർത്ത പോലെ ദൈവം എന്നെയും ഓർക്കുന്ന ഒരു കുറവുമില്ലാതെ പരിപാലിക്കുന്നു. ജീവിതത്തിലെ സഹനങ്ങൾ എന്നെ ഒരു വചന പ്രഘോഷകനാക്കി. സഹനത്തിന്റെ ഗിഫ്റ്റായിട്ട് ഈശോ വചനം പ്രഘോഷിക്കാനായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ഏതാണ്ട് 37-ാമത്തെ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തീർന്നപ്പോൾ വചനം പ്രഘോഷിക്കുവാനായിട്ട് ഈശോ എനിക്ക് കൃപ തന്നു. ജെറമ്യായുടെ പുസ്തകം 20:9 പറയുന്നുണ്ട്, അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ തളർന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജെറമ്യാ 23:29, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അപ്പൊ വചനമാകുന്ന അഗ്നി എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. എനിക്ക് പ്രഘോഷിക്കുവാനായിട്ട് സാധിച്ചു. ഞാനിത് പഠിച്ചിട്ടുമൊന്നുമില്ല, എങ്കിലും കർത്താവ് തന്നെ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ഉപകരണമായിട്ട് എന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി, വചനം കൊണ്ട് നിറയുക. ഈ വചനമാകുന്ന അഗ്നി നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ജെറമ്യാ പറഞ്ഞതുപോലെ എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അഗ്നി അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ തളർന്നു, എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവര് വചനത്താൽ നിറയുക, വചനം വായിക്കുക, ധ്യാനിക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ തനിക്ക് കിട്ടിയ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ലൂക്ക 2:51, ലൂക്ക 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമുക്ക് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കണം. യെശയ്യാ പ്രവാചകൻ 66:2 പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ
വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പൊ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അനുദപിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ എളിമപ്പെടണം. പരിശുദ്ധ അമ്മയ്ക്ക് എളിമയുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ എളിമയുള്ള ഒരു ഹൃദയവും വിശുദ്ധിയുള്ള ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എളിമയുണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ നമ്മൾ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. ദൈവം നമ്മോട് എന്താണോ വചനത്തിലൂടെ സംസാരിക്കുന്നത് അത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ വചനം നിലനിൽക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 5:38 പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ വചനം നിൽക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വചനം സംഗ്രഹിക്കണമെങ്കിൽ ഈശോയിൽ വിശ്വസിക്കണം. വചനമാകുന്ന ഈശോയിൽ നമ്മൾ വിശ്വസിക്കണം. ഗലാത്യ 6:18, ഫിലമോൻ 25, ഫിലിപ്പി 4:23 നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഇപ്പൊ കൃപ എന്ന് പറയുന്നത് ഈശോ, വചനമാകുന്ന ഈശോ. യോഹന്നാൻ 1:14 വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യവുമായ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കൃപയും സത്യവും എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അപ്പൊ ഈ വചനമാകുന്ന ഈശോ നമ്മുടെ ആത്മാവിൽ നിറയണം. നമ്മുടെ ആത്മാവിൽ നിറയണം. വചനം കൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ നിറയ്ക്കണം. അതിന് വിശുദ്ധി, എളിമ, അനുതാപം, വിശ്വാസം, ഈ പുണ്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. വചനത്തെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ എളിമയും വിശുദ്ധിയും ഉണ്ടായിരിക്കണം. അനുദപിക്കണം. അനുദപിച്ച് വിശ്വസിക്കുമ്പോൾ വചനം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ ജീവന്റെ വചനത്തെ, ഫിലിപ്പി 2:16, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതനുസരിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള ജീവിത യാത്ര എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ആത്മാവിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്നുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ്. അപ്പൊ ഇങ്ങനെ വചനം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വായിക്കണം, പ്രാർത്ഥിക്കണം. ഒരു 2-3 മാസം ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന മേഖലകൾ നമുക്ക് പരിശുദ്ധാത്മാവ് തുറന്നു തരും. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ആത്മീയമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഇപ്പൊ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകം 6:14 അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ ജ്ഞാനം നമ്മളെ കാത്തു നിൽപ്പുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ ജ്ഞാനത്തിന് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ തുറന്നു കൊടുക്കണം. അപ്പൊ വചനം ധ്യാനിക്കുകയും വായിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ഒരു 2-3 മാസം ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന മേഖലകളെല്ലാം പരിശുദ്ധാത്മാവ് തുറന്നു പ്രകടമായ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി വചനം വായിച്ചു ധ്യാനിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങും. സങ്കീർത്തനം 19:7 പറയുന്ന പോലെ കർത്താവിന്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ നൽകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുവാൻ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വചനം ധ്യാനിക്കുക, വായിക്കുക എന്ന് പറയുമ്പോഴാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം പരിശുദ്ധാത്മാവ് പിന്നെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെ വചനാധിഷ്ഠിത ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മ കേന്ദ്രീകൃത ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്ന പോലുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. വരദാനങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ അറിയുമ്പോൾ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നന്നായി പ്രവർത്തിക്കുവാൻ വചന വായന നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്.
വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. യോഹന്നാന്റെ സുവിശേഷം 15:13 പറയുന്നു, അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകി, അവിടുത്തെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം എന്നാണ് പറയുന്നത്. അവിടുത്തെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പൊ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള ആത്മാവ്, ഹൃദയം ഇതൊക്കെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് തുടങ്ങും. നമ്മളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെല്ലാം ഘട്ടം ഘട്ടമായിട്ട് വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിച്ച് അങ്ങനെ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് വിശുദ്ധീകരിച്ച് ഈശോ നമ്മെ അവിടത്തേക്ക് ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കും. വചനത്തിലൂടെ, വചനം കൊണ്ട് നമ്മെ നിറച്ച്, വചനം കൊണ്ട് വിശുദ്ധീകരിച്ച് ഈശോ നമ്മെ അടുപ്പിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ലെന്നാണല്ലോ വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത്. അപ്പൊ വചനത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കും, വചനത്തിലൂടെ നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കും. അങ്ങനെ ഈശോയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, മറ്റു പല കാര്യങ്ങളിൽ നിന്ന് ഈശോ നമ്മെ വിടുവിക്കും വചനത്തിലൂടെ വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ല. മൊബൈൽ ഫോണ്, TV, ന്യൂസ് പേപ്പർ, അങ്ങനെ ഒരു വാർത്തകൾ ഞാൻ കേൾക്കുകയോ കാണുകയോ അതിനെക്കുറിച്ചൊന്നും ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ദൈവവുമായിട്ടും ദൈവവചനവുമായിട്ടും പരിപൂർണമായ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിച്ചു. വേറെ മറ്റു പല കൂട്ടുകെട്ടുകളോ യാതൊന്നുമില്ലാതെ ശരിക്കും ഒരു വിശുദ്ധീകരണം സംഭവിച്ചു. ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നിന്നെല്ലാം എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ ലഭിച്ചു. നമ്മുടെ ഉള്ളിലുള്ള ആസക്തികള്, അഡിക്ഷൻസും ഒക്കെ മാറുവാനായിട്ട് നമ്മുടെ വചനം നമ്മളെ ഒരുപാട് സഹായിക്കും. ആസക്തികൾ, അഡിക്ഷൻസ് ഒക്കെ ഉള്ളവരെ വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. അങ്ങനെ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിൽ വിട്ടു നിൽക്കുവാനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ അനേകം മക്കളോട് സുവിശേഷം പ്രഘോഷിക്കുവാനും ഒരുപാട് പേർക്ക് ആശ്വാസമാകുവാനും ഈശോ ഇന്നെ ഉപയോഗിക്കുന്നു. റോമാക്കാർ എഴുതിയ ലേഖനം 9:17 അധ്യായത്തിന്റെ 17 തിരുവചനത്തില് ഇപ്രകാരം പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. ഒന്നുമല്ലാതിരുന്ന ഈശോ, ഒന്നുമല്ലാതിരുന്ന എന്നെ ദൈവത്തിന്റെ വചനം, ഈശോയുടെ നാമം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ശക്തി മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഈശോ ഉയർത്തി ഇന്ന് ശക്തിപ്പെടുത്തും. ഫറവോട് പറയുന്നുണ്ട്, എന്റെ നാമം ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. നമ്മളെയൊക്കെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അവിടുത്തെ ഈശോയുടെ നാമം പ്രഘോഷിക്കാനും അതിന്റെ ശക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും വേണ്ടിയാണ് കർത്താവ് നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത്. ഈ ഒരു ആഴമായ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. വചനമാകുന്ന ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇത് പ്രഘോഷിക്കുവാനും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള ധൈര്യം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും. ആരോടും മിണ്ടാതെ, ഒരു രണ്ടുപേരോട് ഒന്നിച്ചുകൂടിയാൽ അവരോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ വളരെ അപകർഷതാബോധത്തിന്റെയും അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കടന്നുപോയ ഞാൻ ഇന്ന് ആയിരക്കണക്കിന് മക്കളോട് സുവിശേഷം പറയുവാനായിട്ട് ഈശോ എന്നെ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപകരണമായിട്ട് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായത്തിന്റെ 22 തിരുവചനം, നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ ഒരു വൃക്ഷമാണ് ജോസഫ്. അതിന്റെ ശാഖകൾ മതിലിന് മീതെ ഉയർന്നു നിൽക്കുന്നു. അപ്പം ഈ മതിലാകുന്ന സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ദൈവവചനം തന്ന കർത്താവ് മതിലിന്റെ മുകളിലേക്ക് എന്നെ ഉയർത്തിയിരിക്കുന്നു. ജീവിതത്തിലെ പല മേഖലകളിലും പ്രശസ്തരായവരോടും സുവിശേഷം പ്രസംഗിക്കാൻ അച്ഛന്മാരോട്, സിസ്റ്റർമാരോട്, വലിയ രീതിയിൽ ഉന്നതരായ വ്യക്തികളോട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടൊക്കെ കർത്താവ് ഉയർത്തി. എൻ്റെ ജീവിതത്തിന്റെ സഹനത്തിന്റെ അവസ്ഥയിലും സഹനമാകുന്ന മതില് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതിന്റെ മുകളിലേക്ക് കർത്താവ് ഉയർത്തി. അപ്പോൾ അങ്ങനെ വചനം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് വലിയൊരു മാനസാന്തരം സംഭവിച്ചു. എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം അഴിഞ്ഞു. ദൈവവചനത്തോട് ചേർന്ന് ദൈവവചനവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ അനേകം മക്കൾക്ക് അനുഗ്രഹമാകുവാനായിട്ട് കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്നു. തിമോത്തിയോസിനോട് ഈശോ പറയുന്നുണ്ട്, 2 തിമോത്തിയോസ് 2:15, സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട്
അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. അപ്പൊ ദൈവവചനത്തെ നമ്മൾ ദുരുപയോഗിക്കരുത്. ദൈവവചനത്തെ വക്രിപ്പിച്ച് സംസാരിക്കരുത്. വചനം നമുക്ക് തമാശക്കുള്ള ഉപകരണമല്ല, ദൈവത്തിന്റെ വചനമാണ്. തമാശയ്ക്കും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കാനുള്ളതല്ല. കർത്താവിന്റെ വചനം വിശുദ്ധമാണ്. സങ്കീർത്തനം 19:8 പറയുന്നു, അവിടുത്തെ പ്രമാണങ്ങൾ വിശുദ്ധമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എന്താണ്? ഈശോയെ വചനത്തെ വിളിക്കുന്നത്. യോഹന്നാൻ 2:22, യോഹന്നാൻ 5:39, യോഹന്നാൻ 7:42, യോഹന്നാൻ 10:39, ഈ വചനങ്ങളിലൊക്കെ യോഹന്നാൻ ശ്ലീഹ വചനത്തെ പറയുന്നത് വചനം വിശുദ്ധമാണെന്നാണ്. അപ്പൊ ഈ ദൈവവചനം നമ്മൾ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട്. ആ ഒരു മനോഭാവത്തോടെ വേണം ദൈവവചനം നമ്മൾ ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുവാനായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതാണ് ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിന്റെ ഉള്ളില് അവിടുത്തെ പരിശുദ്ധാത്മാവുണ്ട്, അവിടുത്തെ ആത്മാവുണ്ട്, അവിടുത്തെ ജീവനുമുണ്ട്. മറ്റ് വാക്കുകളെ പോലെ, വാർത്തകൾ പോലെയല്ല ദൈവവചനം. ദൈവവചനത്തിന്റെ ഉള്ളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, അവിടുത്തെ ജീവൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 10:44, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് പറഞ്ഞ ദൈവവചനത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഈ വചനത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ഈശോയുടെ ജീവൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവവചനവുമായിട്ട് ആഴമായ ബന്ധം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ കർത്താവ് പല മേഖലകളിലും അനുഗ്രഹിക്കുവാനായിട്ട് തുടങ്ങി. പതറിപ്പോയ പല സന്ദർഭങ്ങളിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ദൈവവചനത്തിലൂടെ ശക്തി ലഭിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:16 പറയുന്നു, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത്രേ. അപ്പൊ ദൈവവചനത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവവചനം ശക്തമാണ്. 1 കൊരിന്തോസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിന്റെ ശക്തി അത്രേ. അപ്പൊ വചനത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. വചനാധിഷ്ഠിത ജീവിതം നയിക്കാത്തവൻ, വചനത്തിൽ ചരിക്കാത്തവൻ നാശത്തിലേക്കാണ് പോകുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വചനത്തിൽ താല്പര്യമില്ലാത്തവൻ നാശത്തിന്റെ വഴിയിലൂടെ പോകുന്നു എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 2:14 പറയുന്നു, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവവചനം നിറയുമ്പോൾ നമ്മൾ ശക്തരാകും. യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. ദൈവവചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ശക്തരാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ശക്തിയോടെ, വിശ്വാസത്തോടെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വചനം നിറയുമ്പോൾ പാപം ചെയ്യാതെ വചനം നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നു, 119:11 പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ വചനം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടെങ്കിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിലുമൊക്കെ ഈ വചനം നമ്മെ കാത്തു സൂക്ഷിക്കും. സങ്കീർത്തനം 119:9, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. യുവാക്കന്മാരെ, യുവതികളെ, ഈശോ പറയാണ്, യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങളുടെ മാർഗം നിങ്ങൾക്ക് നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പാലിച്ചു ജീവിക്കണം. വചനം കൊണ്ട് നമ്മൾ നിറയണം. അപ്പൊ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മാർഗങ്ങള് നമുക്ക് നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ മാർഗങ്ങള് നമുക്ക് നിർമ്മലമായിട്ട്
കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 47-ാം തിരുവചനം, ഞാൻ നിന്നിൽ തീ കൊളുത്തും, അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും, അഗ്നിജ്വാലകൾ അണയുകയില്ല. എസെക്കിയേൽ 20:47. ഞാൻ നിന്നിൽ തീ കൊളുത്തും. അപ്പോൾ തീ കൊളുത്തും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കുവാനായിട്ട് തുടങ്ങും. ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ, അഗ്നിയായ വചനം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാനായിട്ട് തുടങ്ങും. അപ്പം വചനം നമ്മെ അഭിഷേകമുള്ളവനാക്കി മാറ്റും. ഈ അഗ്നിയായ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ വചനം നമ്മെ അഭിഷേകമുള്ളവനാക്കി മാറ്റും. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മിൽ കത്തിജ്വലിക്കണമെങ്കിൽ ഈ വചനം നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കണം. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-10, ലേവ്യരുടെ പുസ്തകം 6, 10, 12 തിരുവചനത്തിൽ പറയുന്നു, പുരോഹിതൻ എല്ലാ ദിവസവും ബലിപീഠത്തിൽ വിറക് അടുക്കി വയ്ക്കണം, അതിൽ തീ കൊളുത്തണം. പരിശുദ്ധാത്മ അഗ്നി കത്തണമെങ്കിൽ ഈ വചനമാകുന്ന വിറക് നമ്മൾ എല്ലാ ദിവസവും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ വിറകിട്ട് കൊടുക്കുമ്പോൾ, ഈ അഗ്നി വചനമാകുന്ന വിറകിട്ട് കൊടുക്കുമ്പോൾ ഈ അഗ്നി ജ്വലിക്കുവാനായിട്ട് തുടങ്ങും. അഗ്നിയായ വചനം നമ്മെ അഭിഷേകം ഉള്ളവനാക്കി മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ന്റെ 2-3 തിരുവചനത്തിൽ പറയുന്നു, നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും, ഞാൻ നിനക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. പരിശുദ്ധാത്മ അഗ്നി കത്തുന്ന നമ്മുടെ ശരീരമാകുന്ന ബലിപീഠത്തിന് ചുറ്റും കർത്താവ് പാളയമടിച്ച് കാവൽ നിൽക്കും. ഈ ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിക്കുമ്പോൾ കർത്താവ് പാളയമടിച്ച് കാവൽ നിൽക്കും. ഈ അഗ്നി നമ്മിൽ ജ്വലിക്കുവാൻ തുടങ്ങുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും ദഹിപ്പിക്കും. ഉണങ്ങിയ വൃക്ഷം നശിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യ പാപങ്ങൾ ഇല്ലാതാവുന്നു. പച്ച വൃക്ഷം നശിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ആസക്തികൾ ഇല്ലാതാവുന്നു. ഈ അഗ്നിജ്വാലകൾ അണയാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. അതിന് നമ്മൾ നിരന്തരമായിട്ട് വചനം ധ്യാനിക്കണം. ഈ വചനം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. നിയമാവർത്തനം 17-19 പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ഈ വചനം വായിക്കണമെന്ന് നിയമാവർത്തനം 17-19 പറയുന്നുണ്ട്. കർത്താവിന്റെ നിയമം നിങ്ങൾ അനുസരിക്കണം, എല്ലാ ദിവസവും നിങ്ങളത് വായിക്കണം, എല്ലാ ദിവസവും വായിക്കണമെന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. എല്ലാ ദിവസവും വചനം വായിക്കണം. അപ്പോൾ ഈ അഗ്നിയായ വചനം നമ്മൾ സ്വീകരിക്കണം. അത് നമ്മെ അഭിഷേകം ഉള്ളവനാക്കി മാറ്റും. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉള്ള അഭിഷേകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ അഗ്നിയായ വചനം നമ്മൾ സ്വീകരിക്കണം. ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇന്ന് ആയിരങ്ങളോട് വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വചനം തന്നെ ഒരു മണിക്കൂറുകളോളം നിന്ന് വചനം തന്നെ പ്രസംഗിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് തന്നിരുന്നു. ഒരു വചനം പറഞ്ഞ് അത് കണക്ട് ചെയ്തെടുത്ത് തുടർച്ചയായിട്ട് വചനം പറയാനുള്ള ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ്, അത്ഭുതകരമായ ഒരു ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിനുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു 100 വചനമൊക്കെ അനായാസം പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന്. പരിശുദ്ധാത്മാവെ നന്ദി. എല്ലാ മഹത്വവും ദൈവത്തിന്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മളും എത്തിച്ചേരണമെങ്കിൽ ഇങ്ങനെ വചനവുമായിട്ട് ബന്ധമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. ലൂക്കായുടെ സുവിശേഷം 5:1 പറയുന്നുണ്ട്, അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി ജനങ്ങൾ ഒരുമിച്ച് കൂടി. ജനങ്ങൾ അവന്റെ ചുറ്റും തിങ്ങിക്കൂടി എന്നാണ് പറയുന്നത്. വചനം ശ്രവിക്കുന്നതിനും വചനം കേൾക്കുന്നതിനും വേണ്ടി ജനങ്ങൾ അവന്റെ ചുറ്റും തിങ്ങിക്കൂടി. അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിക്കണം. ഇത് പ്രഘോഷിക്കുന്നവരാകാനുള്ള ഒരു തീവ്രമായ ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ഈ ലോകത്തിന്റെ മറ്റു പല കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവവചനം ധ്യാനിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുമുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഉന്നതത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് അത് പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ
പരിശ്രമിക്കണം. മമോദീസ വെള്ളം തലയിൽ വേണം. നമുക്ക് എല്ലാവർക്കും ഇത് പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4:18 പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഇപ്പൊ വചനം പ്രഘോഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ആഗ്രഹിക്കണം. വചനം പ്രഘോഷിക്കുമ്പോൾ ആത്മീയ അന്ധത മാറും, ബന്ധനം മാറും, അന്ധത മാറി പ്രകാശം കടന്നു വരും. അടിമത്തത്തിൽ നിന്ന് ആത്മാക്കൾ സ്വതന്ത്രരാക്കപ്പെടും. ഇന്ന് നമ്മെ പല ആധിപത്യങ്ങളുടെയും അടിമത്തത്തിന്റെയും കീഴിലാണ് നമ്മൾ പലരും പലപ്പോഴും. ഇപ്പൊ വചനം കേൾക്കുമ്പോൾ ആധിപത്യങ്ങളുടെയും അന്ധകാരങ്ങളുടെയും ഒക്കെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കും. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ബുദ്ധിമുട്ടുകൾ മാറും. വിശുദ്ധ പൗലോസ് കൊളോസ്യോസുകാരോട് പറയുന്നുണ്ട്, കൊളോസോസ് 4:3, ദൈവവചനത്തിന്റെ കവാടം തുറന്നു കിട്ടുവാനും ക്രിസ്തുവിന്റെ രഹസ്യം പ്രഘോഷിക്കാനും വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ദൈവവചനത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ, ദൈവവചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. വെറും ഒരു വാക്കല്ല, വചനം കിട്ടാൻ വേണ്ടി, ദൈവവചനത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി. എഫെസോസ് 6:19 പറയുന്നുണ്ട്, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് എഫെസോസ് കൊളോസോസ് സഭക്കാരോട് പറയുന്നത്. വെറും ഒരു വാക്കല്ല, വചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് നമ്മളെ പ്രാർത്ഥനയുടെ ഒക്കെ ലെവല് മാറണം. നമുക്ക് വചനം ലഭിക്കണം, വചനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവവചനത്തിന്റെ കവാടം, ദൈവവചനം കൊണ്ട് നമ്മളെ ഇവിടുന്ന് സംതൃപ്തരാക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, ദുർവിചാരങ്ങള്, വിഗ്രഹാരാധന, ദ്രവ്യാസക്തി, ഇവയെല്ലാം കർത്താവ് എടുത്തു മാറ്റും. ഇവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വചനം കൊണ്ട് നിറയണം. വചനം കേൾക്കണം, ധ്യാനിക്കണം, ആത്മാവിനെ വചനം കൊണ്ട് നിറയ്ക്കണം. വചനം കൊണ്ട് വചനാധിഷ്ഠിത ജീവിതം നയിക്കണം. വചനം പാലിച്ചുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ മണിക്കൂറിൽ അങ്ങേ പ്രിയപ്പെട്ട മക്കളോട് വചനം പ്രഘോഷിക്കുവാനായിട്ട്, അവരോട് അങ്ങേ സുവിശേഷത്തിന്റെ സത്യം വിളിച്ച് പ്രഘോഷിക്കുവാൻ കൃപ തന്നതിനോർത്ത് ഈശോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മിനിസ്ട്രി ഈശോയെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, അവിടുത്തെ കുരിശിൻ ചുവട്ടില് എന്നെ ശ്രമിച്ച് ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. വചനം വായിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അരൂപികളെയും ബന്ധിക്കണമേ ഈശോയെ. വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് പാലിക്കുവാനും അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് കൃപ കൊടുക്കണമേ ഈശോയെ. വചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും തെറ്റിപ്പോയ മേഖലകളെല്ലാം തിരുത്തുവാനും അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ദാസർക്ക് കൃപ കൊടുക്കണമേ ഈശോയെ. വചനം വായിക്കാൻ ഉള്ള എല്ലാ തടസ്സങ്ങളും കർത്താവെ എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവെ, മക്കളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആർക്കെന്താ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 5 മിനിറ്റ് ബ്രദറിന്റെ സമയമുണ്ട്. അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബൈബിൾ വായന കാര്യത്തിൽ എന്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വചനം വായിക്കാനുള്ള തടസ്സം, വായിക്കാൻ പറ്റുന്നില്ല, വചനം ഇടയ്ക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, ചോദിക്കാം. വചനം വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതിന്റെ തടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വചനം ധ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. തടസ്സം മാറാനുള്ള തടസ്സം ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വായിച്ചു തുടങ്ങുമ്പോ ഇടയ്ക്ക് ഒരു പ്രാവശ്യം മുഴുവൻ വായിച്ചു, പിന്നെ രണ്ടാമതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് തടസ്സം വന്നു. ഞാൻ പ്രാർത്ഥന പറഞ്ഞു തരാം. ഡാനിയേലച്ചൻ പറഞ്ഞതിന്റെ പ്രാർത്ഥനയാണ്. വചനം വായിക്കാൻ തടസ്സമായി നിൽക്കുന്ന അരൂപിയെ ബന്ധിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എഴുതിയെടുത്തോ. വചനം വായിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കൃഷ്ണാരൂപി നമ്മളെ തടസ്സപ്പെടുന്നുണ്ട്. നമ്മൾ ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അപ്പൊ അവൻ എങ്ങനെ നമ്മളെ തടസ്സപ്പെടുത്തും? അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വചനം വായിക്കാൻ തടസ്സമായി നിൽക്കുന്ന അരൂപിയെ ബന്ധിക്കണമേ.
അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ വചനം വായിക്കാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഏതാണ്ട് ഒരു 3 വർഷത്തോളം നിരന്തരമായിട്ട് ഇത് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് എന്റെ തടസ്സം മാറിയത്. ഏതാണ്ട് ഒരു 700ഓളം ദിവസങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എന്റെ തടസ്സം മാറിയത്. എന്തായാലും തടസ്സം ഉണ്ടാവും. ആദ്യത്തെ ഒരു 3-4 വട്ടം നമുക്ക് തടസ്സം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വായന എളുപ്പം. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ജ്ഞാനത്തിന്റെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ ആർക്കെന്ത് ചോദ്യങ്ങളോടും ചോദിക്കാം? ഇതില് ബ്രദറെ കേറാൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടത്തില്ലേ യൂട്യൂബില്? അത് കിട്ടും. റെക്കോർഡിംഗ് ഉണ്ടാവും, യൂട്യൂബിൽ ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു. ഉണ്ടായിരിക്കും. റോബിൻ ബ്രദറെ, ഈ വചനം മാംസം ധരിക്കാനായിട്ട് എത്ര സമയം നമ്മൾ മാംസം ധരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ എളിമയും വിശുദ്ധീകരണമൊക്കെ വിശുദ്ധിയൊക്കെ അനുസരിച്ച് വചനം നമുക്ക് ഹൃദയത്തിലായിട്ട് സംഗ്രഹിക്കണമെങ്കിൽ ഒരു 4 വർഷം നമ്മൾ ഇതിനോട് ചേർന്ന് നിൽക്കണം. ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇപ്പൊ ഗബ്രിയേൽ ദൂതൻ ദൈവമാതാവിന്റെ അടുത്ത് ഒരു വചനം അരുളി ചെയ്തു, നീ ഒരു പുത്രനെ പ്രസവിക്കും. ആ ഒരു വചനം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ആ വചനം പൂർത്തിയായത്, വചനം മാംസം ധരിച്ചത്. അപ്പൊ അത് നമ്മുടെ വിശ്വാസം കണ്ടാൽ നമുക്കത് കാണാൻ പറ്റില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഏത് വചനം വിശ്വസിക്കുന്നു ആ വചനം നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വചനം നമ്മൾ മാംസം ധരിക്കും അല്ലേ? അതിന് നമ്മൾ 2-3 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ഒന്ന്, എളിമ ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ നമുക്കും ഉണ്ടാകണം. ഒന്ന്, എളിമ ഉണ്ടായിരിക്കണം. രണ്ടാമത്, വിശുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നമ്മളിത് വിശ്വസിക്കണം. പിന്നെ നമ്മളെപ്പോഴും ഹോളി ആയിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെ 2 ആഴ്ച കൂടെ നമ്മൾ കുമ്പസാരിച്ച് ഹോളി ആയിട്ടിരിക്കണം. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനം പോകും. Okay, Dr. Diana. Wind up. ബ്രദർ റോബിൻ, വളരെ ഈ പരിശുദ്ധാത്മാവ് അങ്ങേ ശക്തമായ ഒരു ഉപകരണമായി സ്വീകരിച്ചതിനോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നോർത്ത് ഞങ്ങൾ ബ്രദറിന് നന്ദി പറയുന്നു. നിയമാവർത്തനം 17-19 ഞങ്ങൾ നിറവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം. അങ്ങനെ തിരുവചനം ദിനവും വായിക്കുവാനും ആ വചനത്തിൽ ആഴത്തിൽ വളരുവാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ. വചനം വായിക്കാനുള്ള കൃപ കിട്ടുന്നുണ്ട് ഈ സമൂഹത്തില്. 3 പേർക്ക് വചനം വായിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിൽ 3 പേർക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹാവശാലേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന. തിരുരക്തം ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. വിശ്വാസത്തിന്റെ മേഖലയിൽ ആഴപ്പെടാനായിട്ട് ഈ സമൂഹത്തോട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തിന്റെ മേഖല, വചനം വിശ്വസിക്കാനായിട്ട്, കണ്ണും പൂട്ടി വിശ്വസിക്കുവാനായിട്ട് ഈ സമൂഹത്തോട് ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹറമറലലലഹ. വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവര് വചനം കൊണ്ട് നിറയുക, വചനം വായിക്കുക, ധ്യാനിക്കുക. അപ്പോൾ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴേ ആഗ്രഹിച്ചു തുടങ്ങുക, പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തിരുരക്തത്തിൽ കഴിവിച്ചിരിക്കണ പരിശുദ്ധാത്മാവ് യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹഷമറഹബല. എനിക്ക് ഹീബ്രുവിൽ ഒരു വാക്ക് കിട്ടുന്നുണ്ട്, ഗിഫ്റ്റ് ഓഫ് ടങ്. മറുഭാഷയിലുള്ള ഒരു വേർഡാണ് ഷീബ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? വിസ്ഡം എന്നാണ് അതിന്റെ അർത്ഥം. ജ്ഞാനം. ഹീബ്രുവിലുള്ള അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന മേഖലകളെല്ലാം തുറന്നു തരും. അപ്പൊ സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ കർത്താവിന് സോളമന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു എന്നാണ് കർത്താവ് പറയുന്നത്. സോളമന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു.
കർത്താവ് മറ്റു പലതും കൂടെ നൽകിയ മറ്റു പല അനുഗ്രഹങ്ങളുടെ കർത്താവ് സോളമന് നൽകുന്നുണ്ട്. സമ്പത്തും കീർത്തിയും അതുകൂടെ കർത്താവ് നൽകുന്നുണ്ട്. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സമൂഹത്തോട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ആരാധന, ഹഷ മറഹ ബബലഹ ബറ ബറ ബറിയ റിദിയാലഹ മറററ ബറ ഹഷ ബറ ബറ ഹററലലല ബഷമഹ ബബല ഷററററററററ ഷിബിയാലഹ. ഇപ്പം സംസാരിച്ച ഡോക്ടർ ആരാ? ഈ സിസ്റ്ററിന്റെ പേരെന്നായിരുന്നു? ഡോക്ടർ ഡോക്ടർ ഡയന. സിസ്റ്ററിന് ഇത് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ടീച്ചിങ് ഗിഫ്റ്റ് ഉണ്ട്? ഉണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ ക്ലാസ്സിൽ പിള്ളേരെ വേദപാഠത്തിന്. ഡോക്ടറിന് ടീച്ചിങ് ഗിഫ്റ്റ് ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്ന പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്. ഡോക്ടറിന് ടീച്ചിങ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഉജ്ജ്വലിപ്പിക്കണം. വചനം കൂടുതൽ ധ്യാനിക്കുക, അപ്പൊ ജ്ഞാനം കിട്ടും. അപ്പൊ ഈ ഗിഫ്റ്റ് ഇതിൽ നമുക്ക് ഉജ്ജ്വലിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവേ ആരാധന. ശിബിയാഹ മറലലലലഹ മറഹ ബറലലലല ബറ 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 ബക്ഷമഹ ഷഹറലലലലബ. തിരുരക്തം 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 തിരുരക്തം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. വൈറസ് സംബന്ധമായ ഒരു അസുഖം ഈശോ സുഖപ്പെടുന്നുണ്ട്. ഈ സമൂഹത്തിൽ ആരുടെയോ അല്ലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ വൈറസ് സംബന്ധമായ ഒരു അസുഖത്തെ ഈശോ സ്പർശിക്കുന്നു. ഹല്ലേലൂയ, ഹഷമ ബലഹ ബറഹ ബറബല റിബിയലലലലഹ മറബലലലല ബറ ബറ ഹലബ ഷമറ ബറ ബറ ബല. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അഷമറഹ ബലല. നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരോടൊക്കെ സുവിശേഷം പ്രസംഗിക്കണം. 1-2 വചനമാണെങ്കിൽ തന്നെ നമ്മൾ സുവിശേഷം പറയണം അവരോട്. നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട്, നമ്മളെ ബന്ധപ്പെടുന്ന വ്യക്തികളോടെല്ലാം നമ്മൾ സുവിശേഷം പറയണം. അതിന് നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. അപ്പം വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയുക, മറ്റുള്ളവരോട് വചനം പ്രഘോഷിക്കുക. ഇത് നമ്മുടെ കടമയാണ്. മൈക്ക് കെട്ടി സ്റ്റേജിൽ നിന്ന് മാത്രമല്ല പ്രസംഗിക്കാൻ പറ്റുന്ന. ഒരാളെ കണ്ടുമുട്ടിയാൽ അവരോട് നമുക്ക് സുവിശേഷം പറയാം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ബ്രദർ ആന്റണി. ബ്രദറെ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു. താങ്ക് യു സോ മച്ച്. Thank you, brother. നന്ദി. Praise the Lord. Thank you. God bless you. Thank you. Thank you, brother.